ഹായ് മക്കളെ, അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നുണ്ടെന്നറിയാം. ഫിസിക്കൽ കെമിസ്ട്രി കേൾക്കുമ്പോഴേ ചില ആളുകളൊക്കെ നെറ്റിങ്ങനെ ചുളിയുന്നുണ്ടല്ലേ, കാരണം ന്യൂമറിക്കലുകൾ ഒരുപാട് വരുന്നൊരു ഭാഗമാണ് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമറിക്കലുകൾ പലർക്കും വളരെ പ്രശ്നമാണ്, വളരെ തലവേദന ഉണ്ടാക്കുന്ന സാധനമാണ് ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത്. ഈ ന്യൂമറിക്കലുകളെ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, എങ്ങനെ ഹാൻഡിൽ ചെയ്താലാണ് നമുക്ക് ന്യൂമറിക്കലുകളിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇക്വേഷനുകളെല്ലാം അറിയണം. ഇക്വേഷൻ അറിഞ്ഞാലാണ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം, മെമ്മറൈസ് ചെയ്യണം. അതിന് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററുകൾക്കെല്ലാം ഒരു ഇക്വേഷൻ ബുക്ക് നമ്മൾ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് എല്ലാം ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് എഴുതി വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യണം. കാരണം റിവൈസ് ചെയ്തില്ലെങ്കിൽ ഇക്വേഷൻ ബുക്ക് നമ്മൾ ഒരു തവണ എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവില്ല, നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ഈ ഇക്വേഷൻ ബുക്ക് എടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കുക എന്നാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുന്നു. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, റിലാക്സ്ഡായി ശാന്തമായിരുന്ന് ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണെന്നും അതിൽ പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഐഡിയ കിട്ടും. അതാണ് രണ്ടാമത്തെ കാര്യം. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാല്യൂസ്, ആ വാല്യൂസ് എന്തിൻ്റെയൊക്കെ വാല്യൂസ് ആണ് എന്ന് നമുക്കറിയണം. അതെടുത്തെഴുതുന്ന സമയത്ത് അതിൻ്റെയൊക്കെ സിമ്പലുകൾ ഉപയോഗിച്ച് എടുത്തെഴുതിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ പ്രഷർ P ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. വോളിയം V ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഈ സിമ്പലുകൾ കാണുമ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതാണെന്ന് പെട്ടെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതാൻ നമുക്ക് പറ്റണം അതിൻ്റെ സിമ്പലുകൾ ഉപയോഗിച്ച്. നാലാമത്തെ കാര്യം കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ ചോദ്യങ്ങളിലും കോൺസ്റ്റൻറ്റുകൾ വരാറുണ്ട് അല്ലേ. ഇപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് പോലെ, എച്ച് പോലെ, അതല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് പോലെ കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂസ് നിങ്ങൾക്ക് അറിയണം, അത് നമ്മൾ പഠിച്ചു വെക്കണം. വാല്യൂസ് മാത്രം പഠിച്ചാൽ പോരാ, വാല്യൂസിനൊപ്പം ആ കോൺസ്റ്റൻറ്റുകളുടെ യൂണിറ്റ് കൂടി നിങ്ങൾക്ക് അറിയണം. യൂണിറ്റ് അറിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയോ, നമുക്ക് യൂണിറ്റ് കൺവേർഷൻ നടത്താൻ പറ്റില്ല. കോൺസ്റ്റൻറ്റുകളുടെ യൂണിറ്റ് അറിയുമെങ്കിലേ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂസും അതിനൊപ്പം അവരുടെ യൂണിറ്റുകളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇക്വേഷൻ എഴുതി പതിയെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനിയാണ് നിങ്ങൾ വളരെ കെയർഫുൾ ആകേണ്ടത്. കാരണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ ഫോക്കസ് മറ്റൊന്നിലേക്കും പോകാത്ത തരത്തിൽ, നിങ്ങൾ ഒരു തരത്തിലും ഡിസ്ട്രാക്റ്റഡ് ആകാത്ത തരത്തിൽ ഇനിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോബ്ലം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു തവണ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് രണ്ടാമത് ഒരു തവണ കൂടി റീചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നത്, കാൽക്കുലേഷനാണ്. അവിടെയാണ് അടുത്ത പ്രശ്നം ഉണ്ടാവുക. കാരണം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വരും, ഡിവിഷൻ വരും അല്ലേ. ഇത് രണ്ടും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും തുടങ്ങുന്നതിന് മുമ്പ് നമുക്കത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ആ കോമൺ ഫാക്ടർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലേക്ക് കിടക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് ആണെങ്കിൽ ആ ഫ്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് 10ൻ്റെ പവറുകൾ ഉപയോഗിച്ച് ഫ്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് കാൽക്കുലേഷൻസിലേക്ക് കിടക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവർ മാക്സിമം അത് പ്രാക്ടീസ് തന്നെ വേണം. ഒരാൾക്കും നിങ്ങൾക്ക് ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പോൾ 2 നമ്പറുകൾ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ആയിക്കൊള്ളണമെന്നില്ലല്ലോ നിങ്ങൾ ചെയ്യുന്നൊരു ചോദ്യത്തിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ എക്സാമിൽ ഉണ്ടാകുക. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു വഴിയില്ല മക്കളെ. മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൂടുതൽ ഫാസ്റ്റ് ആവാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ ചെയ്ത് പകുതി എത്തുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത് നമുക്ക് നല്ല പരിചയമുള്ള ചോദ്യമാണല്ലോ, ക്ലാസ്സിൽ ആൾറെഡി കണ്ട ചോദ്യമാണല്ലോ എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതിൻ്റെ ആൻസർ എനിക്കറിയാം, ഇതാണ് ആൻസർ എന്ന് നമ്മൾ ഗസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചോദ്യത്തിൻ്റെ ചെയ്തൊരു പകുതി എത്തുമ്പോൾ തന്നെ ഫൈനൽ ആൻസർ ഇതായിരിക്കുമെന്ന് ഗസ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് ചില ആളുകൾക്കെങ്കിലും. അത് തെറ്റാണ്. കാരണം പലപ്പോഴും അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല.
അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ മാറിപ്പോവും, നിങ്ങളുടെ മാർക്ക് പോകും, നെഗറ്റീവ് മാർക്ക് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ തുടക്കം മുതൽ അവസാനം വരെ ഫൈനൽ ആൻസർ കിട്ടുന്നവരെ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ ചെയ്തു പോകാം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആൻസർ ഇതായിരിക്കും എന്നൊരു മുൻവിധിയോടുകൂടി, ഒരു പ്രഡിക്ഷനോട് കൂടി നിങ്ങൾ ഒരിക്കലും ഒരു പ്രോബ്ലത്തെ സമീപിക്കരുത്. ഓക്കെ, ഇനി ചെയ്യുന്നതിനിടയിൽ പകുതി വെച്ച് ചെയ്തിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് പോകരുത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ സ്ട്രെച്ചിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈനൽ ആൻസർ കിട്ടി അതിന് താഴെ 2 വര വരച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഒരു പ്രോബ്ലം അവസാനിപ്പിക്കാവുള്ളൂ. അപ്പോൾ മക്കളെ, ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുക, അടിപൊളിയായിട്ട് പഠിക്കണം. ഞങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പമുണ്ട്. ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുക, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. അടിപൊളിയായി നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.